നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. നാട്ടകം അക്ഷര മ്യൂസിയത്തിന്റെ ആദ്യഘട്ട പണികൾ പൂർത്തിയായി. ഉദ്ഘാടനം ചൊവ്വാഴ്ച. ഉയരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാംസ്കാരിക മ്യൂസിയം. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ഫെബ്രുവരി 27-ന് കൊടിയേറും. ഏഴര പൊന്നാന ദർശനം മാർച്ച് 8-ന് ഫെസ്റ്റിവൽ ഇൻഫർമേഷൻ സെന്റർ തുറന്നു. KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതിയിൽ ജില്ലയിലെ മാംഗോ മിഡോസും. ആദ്യ വിനോദയാത്രാ സംഘം കടുത്തുരുത്തിയിലെത്തി. വാർത്തകൾ വിശദമായി. നാട്ടകം ഇന്ത്യ പ്രസ് പുരയിടത്തിൽ പുതുതായി നിർമ്മിക്കുന്ന അക്ഷരം മ്യൂസിയത്തിന്റെ ആദ്യഘട്ട പണികൾ പൂർത്തിയായി. മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 15,000 ചതുരശ്ര അടിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. നാട്ടകം ഇന്ത്യ പ്രസ് പുരയിടത്തിൽ സഹകരണ വകുപ്പ് നിർമ്മിച്ച അക്ഷര മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നവംബർ 26 ചൊവ്വാഴ്ച 3 മണിക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. ഇത് ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് 26-ാം തീയതി 3 മണിക്ക് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഇത് നാടിന് സമർപ്പിക്കും. ആ ചടങ്ങിൽ സാഹിത്യ ലോകത്തെ പ്രതിഭാശാലിയായ ശ്രീ M. മുകുന്ദന് സഹകരണ വകുപ്പും സാഹിത്യ പ്രവർത്തന സഹകരണ സംഘവും ചേർന്നുള്ള ഈ വർഷത്തെ അവാർഡ് സമ്മാനിക്കും. അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കും. സഹകരണ വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കും. ഞങ്ങളുടെ സഹകരണ വകുപ്പ് സെക്രട്ടറി സ്വാഗതം ആശംസിക്കും. ആമുഖ പ്രഭാഷണം SPCSന്റെ പ്രസിഡന്റ് ശ്രീ PK ഹരികുമാർ നടത്തും. ഇതോടൊപ്പം ലേറ്റർ ടൂറിസം സർക്യൂട്ട് പദ്ധതി പ്രഖ്യാപനവും നടക്കും. കൂടാതെ 5ാമത് അക്ഷര പുരസ്കാരം M. മുകുന്ദന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും. ചടങ്ങിൽ പ്രമുഖ എഴുത്തുകാരും പങ്കെടുക്കുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഭാഷയ്ക്കും സാഹിത്യത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അക്ഷര മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് കോട്ടയം നാട്ടകത്ത് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന അക്ഷര മ്യൂസിയം. അന്തർദേശീയ നിലവാരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യാ സാധ്യതകൾ ഉപയോഗിച്ചാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. 15,000 ചതുരശ്ര അടിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം ഫെബ്രുവരി 27-ന് കൊടിയേറും. മാർച്ച് 8-നാണ് പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം. ഉത്സവ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഫെസ്റ്റിവൽ ഇൻഫർമേഷൻ സെന്റർ തുറന്നു. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഫെബ്രുവരി 27-ന് കൊടിയേറും. മാർച്ച് 6-നാണ് ചരിത്രപ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം. മാർച്ച് 8-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ഉത്സവ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഫെസ്റ്റിവൽ ഇൻഫർമേഷൻ സെന്റർ തുറന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഉത്സവ നാളുകളിൽ വിവിധ ദിവസങ്ങളിലായി കേരളത്തിലെ പ്രമുഖ മേളപ്രമാണിമാരായ കിഴക്കൂട്ട് അനിയന്മാരാർ, ചേരനെല്ലൂർ ശങ്കരൻകുട്ടി മാരാർ, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, പത്മശ്രീ ജയറാം, പെരുവനം സതീശന്മാരാർ, പെരുവനം പ്രകാശന്മാരാർ എന്നിവരുടെ പഞ്ചാരി മേളങ്ങൾ നടക്കും. പഞ്ചവാദ്യമേളങ്ങളും പ്രമുഖ വാദ്യകുലപതികൾ പ്രമാണത്വം വഹിക്കും. എഴുന്നള്ളിപ്പുകളിൽ കേരളത്തിലെ പ്രമുഖ ഗജവീരന്മാർ അണിനിരക്കും. കേരള കലാമണ്ഡലം, PSV നാട്യസംഘം കോട്ടയ്ക്കൽ എന്നിവരുടെ മേജർ സെറ്റ് കഥകളികൾ അരങ്ങിലെത്തും. പ്രമുഖ ഗായകരുടെ സംഗീത പരിപാടികൾ, പ്രശസ്ത നർത്തകരുടെ നൃത്ത പരിപാടികൾ എന്നിവയും നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തർക്ക് ആന എഴുന്നള്ളിപ്പ്, സ്പെഷ്യൽ വാദ്യമേളം തുടങ്ങിയവ വഴിപാടായി സമർപ്പിക്കുന്നതിന് സൗകര്യമുണ്ട്. ഇതിനായി ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്ന ഫെസ്റ്റിവൽ ഇൻഫർമേഷൻ സെന്ററുമായി ബന്ധപ്പെടാവുന്നതാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് SG നായർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഏറ്റുമാനൂർ. KSRTCയുടെ ബജറ്റ് ടൂറിസം പ്രോഗ്രാമിൽ കോട്ടയം ജില്ലയിൽ ഇടം നേടിയ കടുത്തുരുത്തി മാംഗോ മിഡോസിലേക്ക് ആദ്യ ടൂറിസ്റ്റ് വാഹനം എത്തി. തിരുവനന്തപുരം പാപ്പനംകോട് ഡിപ്പോയിൽ നിന്നുള്ള ബസ്സിലാണ് യാത്രക്കാർ എത്തിയത്. ബസ്സിനും യാത്രക്കാർക്കും ആഘോഷമായ സ്വീകരണം നൽകി. KSRTCയുടെ ബജറ്റ് ടൂറിസം പ്രോഗ്രാമിൽ കോട്ടയം ജില്ലയിൽ നിന്ന് ആദ്യമായി ഉൾപ്പെടുത്തിയ സ്ഥാപനമായ മാംഗോ മെഡോസിലേക്ക് തിരുവനന്തപുരം പാപ്പനംകോട് ഡിപ്പോയിൽ നിന്നും ആദ്യ ബസ് എത്തി. മാംഗോ മെഡോസിൽ എത്തിയ ബസ്സിനും യാത്രക്കാർക്കും ആഘോഷപൂർവ്വമായ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് N. ബിസ്മിത അധ്യക്ഷത വഹിച്ചു. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. മാംഗോ മെഡോസ് ഉടമ NK കുര്യൻ, KSRTC BTC സ്റ്റേറ്റ് കോർഡിനേറ്റർ R. സുനിൽകുമാർ, സോണൽ കോർഡിനേറ്റർ അനീഷ് R, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ PV പ്രശാന്ത്, വാർഡ് മെമ്പർ പൗളി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിയുക്ത പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം പുതുപ്പള്ളിയിലെത്തി കോൺഗ്രസ് മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചു. പാലക്കാട്ട് തോറ്റു എന്ന് പറയാൻ CPM ആർജവം കാണിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു.
നിയുക്ത പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പുതുപ്പള്ളി വലിയ പള്ളിയിലെ മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചു. പാലക്കാടിന്റെ മണ്ണിന് മതേതരത്വത്തിന്റെ മണമാണെന്നും അവിടെ വർഗീയത ഇളക്കിവിടാൻ ശ്രമിച്ച CPM-നും BJP-ക്കും കനത്ത തിരിച്ചടി ജനങ്ങൾ നൽകിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ജനങ്ങളുമായുള്ള ബന്ധത്തിന്റെ ആദ്യ മാതൃക ഉമ്മൻചാണ്ടിയാണ്. അത് അനുകരിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരാളാവാൻ ആവില്ലെന്നും രാഹുൽ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ യാത്ര തന്നെ തുടങ്ങിയതും മുന്നോട്ട് പോകുന്നതും എല്ലാം ഇവിടെ നിന്നാണ്. അതുകൊണ്ട് അത് രാഷ്ട്രീയമായ നേട്ടം മാത്രമല്ല, ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴും പോസിറ്റീവായും നെഗറ്റീവായും സംഭവിക്കുമ്പോഴും ആദ്യം ഓർക്കാൻ ആഗ്രഹിക്കുന്നതുമായ പേര് സാറിൻ്റെതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ വരുമ്പോഴെല്ലാം, ഇവിടെ വരാത്തപ്പോഴുമെല്ലാം അത് തന്നെയാണ് മനസ്സിൽ. പാലക്കാട് ഒരു വലിയ മിന്നും ജയം തന്നെയായിരുന്നു. അത് സാറ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം വിശ്വണ്ണ കിട്ടിയൊരു ഭാഗ്യമുണ്ട്. വിശ്വണ്ണൊക്കെ ജയിക്കുമ്പോൾ ആദ്യം പറയാൻ സാറുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വിഷയത്തിനകത്ത് ഒരു നിർഭാഗ്യവാനാണ്. കാരണം എൻ്റെ വിജയം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മത്സരിപ്പിക്കുവാൻ പ്രസ്ഥാനം അവസരം തരുമ്പോൾ അതിനെ പ്രാപ്തനാക്കുന്നതിന് പിന്നിൽ ഒന്നാമതായി ഉണ്ടായിരുന്ന മനുഷ്യൻ ജീവിതത്തിലൊരു വലിയ വിജയം ഉണ്ടാകുമ്പോൾ ഇല്ല എന്നുള്ളത് ഒരു നിർഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ചാണ്ടി ഉമ്മൻ വിദേശത്തായതിനാൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ വീണ്ടും പുതുപ്പള്ളിയിൽ വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചു. രാഹുലിനൊപ്പം PC വിഷ്ണുനാഥ് MLA, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ്, KPCC നിർവാഹക സമിതി അംഗം ജോഷി ഫിലിപ്പ്, UDF ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ് തുടങ്ങിയവരും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാല ഡിസംബർ 13-ന് നടക്കും. ഇതിനു മുന്നോടിയായുള്ള കാർത്തിക സ്തംഭം ഡിസംബർ 8-ന് ഉയരും. പ്രസിദ്ധമായ ചക്കുളത്തുകാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയുടെ വരവറിയിച്ച് പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭം ഡിസംബർ 8 ഞായറാഴ്ച ഉയരും. പ്രസിദ്ധമായ പൊങ്കാല ഡിസംബർ 13-ന് നടക്കും. പുലർച്ചെ 4-ന് നിർമാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 9-ന് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും നടക്കും. തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയായ രാധാകൃഷ്ണൻ നമ്പൂതിരി പകരുന്ന തിരിയിൽ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നതോടെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്ര ടൂറിസം, പെട്രോളിയം ആൻഡ് പ്രകൃതിവാതകം കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിയും സഹധർമ്മിണി രാധിക സുരേഷ് ഗോപിയും പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. RC ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനുമായ റെജി ചെറിയാൻ മുഖ്യാതിഥിയായിരിക്കും. 11-ന് 500-ലധികം വേദപണ്ഡിതന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയെ 51 ജീവിതകളിലായി ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നേദിക്കും. പൊങ്കാല നേദ്യത്തിനു ശേഷം ദിവ്യാഭിഷേകവും ഉച്ചദീപാരാധനയും നടക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും കുട്ടനാട് MLA തോമസ് K. തോമസിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യാതിഥിയായിരിക്കും. പോലീസ്, KSRTC, ആരോഗ്യ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഫയർഫോഴ്സ്, KSEB, ജല അതോറിറ്റി, എക്സൈസ്, ജലഗതാഗതം, റവന്യൂ വകുപ്പുകളുടെ സേവനം ആലപ്പുഴ, പത്തനംതിട്ട ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സജ്ജീകരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊങ്കാല മഹോത്സവം ഡിസംബർ മാസം 13-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിക്ക് നിർമാല്യ ദർശനം, തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും. 9 മണിക്ക് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി ദീപം തെളിയിക്കുന്നതോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രാധിക സുരേഷും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക പ്രവർത്തകനായ റെജി ചെറിയാൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. പാർക്കിങ്ങിനും പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തും. പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചും ഹരിതചട്ടങ്ങൾ പാലിച്ചുമാണ് പൊങ്കാലയുടെ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ് അഡ്മിനിസ്ട്രേറ്റർ മണിക്കുട്ടൻ നമ്പൂതിരി, രഞ്ജിത്ത് B. നമ്പൂതിരി, മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് MV രാജീവ്, സെക്രട്ടറി സ്വാമിനാഥൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS, റോവർ, റേഞ്ചർ, വിമുക്തി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ എന്റെ ഒപ്പ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കൊട്ടാരമറ്റം ബസ് ടെർമിനലിൽ നടന്ന പരിപാടി പാലാ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS, റോവർ, റേഞ്ചർ, വിമുക്തി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ എന്റെ ഒപ്പ് എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു. കൊട്ടാരമറ്റം ബസ് ടെർമിനലിൽ നടന്ന പരിപാടി പാലാ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ മദ്യവും മയക്കുമരുന്നും അത് ഏറ്റവും കൂടിയ രീതിയിലുള്ള ഉപയോഗം നമ്മുടെ വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്നു. പക്ഷേ എക്സൈസും സ്കൂളിലുമൊക്കെ അതിനെതിരെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ബോധവൽക്കരണവും അതിനുള്ള സെമിനാറുകളും ക്ലാസ്സുകളും ഒക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചെങ്കിലും അത് പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ വർഷവും നമ്മുടെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറിയിലെ നമ്മുടെ സ്കൗട്ടിൻ്റെ പിള്ളേരും മറ്റ് കുട്ടികളുമൊക്കെ കാരണം ഇതുപോലെയുള്ള അപബോധ ക്ലാസ്സുകൾ ഒരുപാട് നടത്തുന്നത് കൊണ്ട് അവരൊക്കെ സ്വയം ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുകയില്ല, ഇന്ന് മാറി നിൽക്കും എന്നുള്ള ഉറച്ച തീരുമാനമെടുത്തു. പാലാ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെക്സി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഷാനവാസ് OA, സ്കൂൾ പ്രിൻസിപ്പൽ റജിമാൻ K. മാത്യു, NSS പ്രോഗ്രാം കോർഡിനേറ്റർ അൽഫോൻസ ജോസഫ്, റോവർ ലീഡർ നോബി ഡൊമിനിക്, റേഞ്ചർ ലീഡർ അനിറ്റ അലക്സ്, വിമുക്തി ക്ലബ്ബ് കൺവീനർ റെജി മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. മീനടം ഗ്രാമപഞ്ചായത്തിലെ കിടപ്പു രോഗികളെയും സാന്ത്വനം പാലിയേറ്റീവ് കെയർ വഴി പരിചരിക്കുന്ന രോഗികളെയും മാനസികവും ശാരീരികവുമായ ആശ്വാസത്തിനായി ഒരുക്കിയ സാന്ത്വനം കൂട്ടായ്മ വേറിട്ട അനുഭവമായി. മാളികപ്പടി സെന്റ് ഇഗ്നാത്തിയോസ് യാക്കോബായ സുറിയാനിപ്പള്ളി പാരിഷ് ഹാളിലായിരുന്നു ഈ വേറിട്ട കൂട്ടായ്മ സംഘടിപ്പിച്ചത്. രോഗങ്ങളാലും വിവിധ ശാരീരിക വെല്ലുവിളികളാലും വലയുന്ന കിടപ്പ് രോഗികൾക്ക് ആശ്വാസമേകാനും അവരെ സന്തോഷിപ്പിക്കുന്നതിനുമായി ഒരുക്കിയ സ്വാന്തനം കൂട്ടായ്മ വേറിട്ട അനുഭവമായി. പങ്കെടുത്തവരിലേറെയും സ്വന്തമായി നടക്കാൻ പോലും സാധിക്കാത്തവരായിരുന്നു. എങ്കിലും അവർ ഓരോരുത്തരെയും കൂട്ടായ്മ വേദിയായ മാളികപ്പടി സെന്റ് ഇഗ്നാത്തിയോസ് സുറിയാനിപ്പള്ളി പാരിഷ് ഹാളിലേക്ക് എത്തിച്ചത് വീൽ ചെയറുകളിലും ആംബുലൻസിലും മറ്റുമാണ്. ഓരോരുത്തരെയും വളരെ ശ്രദ്ധയോടെ പരിചരിക്കുന്നതിനും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും സന്നദ്ധ പ്രവർത്തകരും ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും പാട്ടും അവന്റെ തുതിയെപ്പോഴും എന്റെ നാവിൻ മേലിരിക്കും. ആമേൻ. അവന്റെ തുതിയെപ്പോഴും എന്റെ നാവിൻ മേലിരിക്കും. പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം രാധാ വി. നായർ നിർവഹിച്ചു. മീനടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോനിച്ചൻ കിഴക്കേടം അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഫിലിപ്പ്, അംഗങ്ങളായ റെജി ചാക്കോ, ലിൻ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു വിശ്വൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്വാന്തനം കൂട്ടായ്മയോടനുബന്ധിച്ച് ദന്തൽ ക്യാമ്പ്, നേത്രപരിശോധന ക്യാമ്പ്, ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. ഇതോടൊപ്പം വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസുകളും ഉണ്ടായിരുന്നു. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും വിവിധ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉറക്കം നടിക്കുന്ന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധവുമായി ജനപക്ഷം. ആനുകാലിക രാഷ്ട്രീയവും മുല്ലപ്പെരിയാർ വിഷയവും എന്ന വിഷയത്തിൽ ട്രസ്റ്റ് നടത്തിയ സെമിനാർ മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉറക്കം നടിക്കുന്ന സർക്കാരുകളുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കേരള ജനപക്ഷം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ആനുകാലിക രാഷ്ട്രീയവും മുല്ലപ്പെരിയാർ വിഷയവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ വെള്ളം കൊടുക്കുവാൻ കേരളം സന്നദ്ധമാകുക, അവർക്ക് അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുക, കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുക. അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ കഴിയുന്ന വിധത്തിൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഔദ്യോഗിക തലങ്ങളിൽ നടക്കുന്നു, പലരും നടക്കുന്ന ഈ സെമിനാർ. തീർച്ചയായിട്ടും നിങ്ങൾ അതിലൂടെ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് ഭീമകർമ്മി സമർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന നല്ല കാര്യങ്ങളാണ്. കോട്ടയം ജില്ല ഉൾപ്പെടെ 50 ലക്ഷം പേരുടെ ജീവന് ഭീഷണിയുള്ള 129 വർഷം പഴക്കമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാം പുതിയത് ഉടൻ പണിയണമെന്നാവശ്യപ്പെട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പൊതുജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഒപ്പ് ശേഖരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ദേഹർജി സമർപ്പിക്കുകയാണ് ലക്ഷ്യം. ട്രസ്റ്റ് ചെയർമാൻ പാല ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ദേവിക ദേവു, നോവലിസ്റ്റ് ഡോക്ടർ അരവിന്ദ് എന്നിവരെ ആദരിച്ചു. മേരി ദേവസ്യ, പ്രേംജിയാർ, മൗലാന ബഷീർ, അഡ്വക്കേറ്റ് PM കുര്യൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. ചെമ്മലമറ്റത്ത് കൂട്ടായ്മയിലൂടെ ഒരുക്കിയ പ്രൊഫഷണൽ നാടകം ആ ശബ്ദം നിലച്ചിട്ടില്ല സൂപ്പർ ഹിറ്റായി. ചെമ്മലമറ്റം 12 സ്ലീഹന്മാരുടെ ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിനോടനുബന്ധിച്ചാണ് ഇടവകയിലെ അംഗങ്ങൾ ചേർന്ന് നാടകം ഒരുക്കിയത്.
ചെമ്മലമറ്റം പാരീഷ് ഹാളിൽ കർട്ടൻ ഉയർന്നപ്പോൾ കഥാപാത്രങ്ങൾ ഓരോരുത്തരെ വേദിയിലേക്കെത്തി. എല്ലാവരും ചെമ്മലമറ്റം ഇടവകയിലെ കലാപ്രതിഭകൾ. അരങ്ങത്തും അണിയറയിലും പ്രവർത്തിച്ചവർ എല്ലാം ചെമ്മലമറ്റം ഇടവക അംഗങ്ങൾ. ഇടവകയിലെ 50ഓളം കലാകാരന്മാർക്കൊപ്പം കൊച്ചച്ചൻ ഫാദർ ടോം കാട്ടിപ്പറമ്പിലും അഭിനേതാവായി എത്തിയതോടെ സദസ്സിൽ കയ്യടി നിറഞ്ഞു. ബൈബിളിലെ വിശുദ്ധ സ്നാപയോഹനാന്റെ കഥയെ ആസ്പദമാക്കിയാണ് ആ ശബ്ദം നിലച്ചിട്ടില്ല എന്ന നാടകം ഒരുക്കിയത്. ഇടവകാംഗമായ ബിജോ മാത്യു കൊല്ലങ്കമ്പിലാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. ഇടവകയിലെ കലാപ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംപറമ്പിലാണ് ഹെവൻലി കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ സമിതി രൂപീകരിച്ച് നാടകത്തിന് ചുക്കാൻ പിടിച്ചത്. 3 മാസത്തെ കഠിനമായ പരിശീലനത്തിന് ശേഷമാണ് നാടകം അരങ്ങിലേക്ക് എത്തിയത്. മറ്റു വേദികളിലും നാടകം അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കലാപ്രതിഭകൾ. ഇടവകാംഗങ്ങളായ ഷെറിൻ തയ്യിൽ, ജിജോ തടിക്കൻ, റോയി അമ്പാട്ടുകുന്നൽ, ബിജു ചെമ്മലമറ്റം, സച്ചിൻ ഫിലിപ്പ്, ബിനു പനച്ചിക്കൽ, ലീന കിണറ്റികര, ഷാജി കിണറ്റികര, അനു റോയി, ജെസ്സി തോമസ്, ജിമ്മിച്ചൻ വലക്കമറ്റം, ജെയിംസ് ഉരുളൽ, ബെന്നി കിണറ്റികര, സിബി വിസി തുടങ്ങിയ 50ഓളം പേരാണ് അണിയറയിലും അരങ്ങത്തുമായി പ്രവർത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്. മുരിക്കുംവയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSKയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലെ ആനിമേറ്റർ കോഴ്സിന്റെ നടത്തിപ്പിന് ആവശ്യമായ ലാപ്ടോപ്പും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിന് അംഗീകൃത ഏജൻസികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഡിസംബർ 9 ഉച്ചയ്ക്ക് 2 മണി വരെ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 9497 090315. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്ക് സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. നവംബർ 30 ഉച്ചയ്ക്ക് 12 മണി വരെ കൊട്ടേഷൻ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 0481 2597 279. മണർകാടുള്ള കോട്ടയം സൈനിക വിശ്രമ കേന്ദ്രത്തിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ പാർട്ട് ടൈം സ്വീപ്പറുടെ ഒഴിവിലേക്ക് വിമുക്ത ഭടന്മാർ, ആശ്രിതർ എന്നിവർക്ക് അപേക്ഷിക്കാം. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നേരിട്ടെത്തി വിശദ വിവരങ്ങൾ സഹിതം നവംബർ 30 വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാം. ഫോൺ 0481 2371 187. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടകം അക്ഷര മ്യൂസിയത്തിന്റെ ആദ്യഘട്ട പണികൾ പൂർത്തിയായി. ഉദ്ഘാടനം ചൊവ്വാഴ്ച. ഉയരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാംസ്കാരിക മ്യൂസിയം. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ഫെബ്രുവരി 27-ന് കൊടിയേറും. ഏഴര പൊന്നാന ദർശനം മാർച്ച് 8-ന് ഫെസ്റ്റിവൽ ഇൻഫർമേഷൻ സെന്റർ തുറന്നു. KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതിയിൽ ജില്ലയിലെ മാംഗോ മിഡോസും. ആദ്യ വിനോദയാത്രാ സംഘം കടുത്തുരുത്തിയിലെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.